നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. FCRA ഭേദഗതി ബിൽ രാജ്യസുരക്ഷയ്ക്കാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ക്രിസ്ത്യൻ സഭകളുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നതിനെന്നുള്ള പ്രചാരണം തെറ്റ്. രാജ്യത്ത് വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് പുറത്തുനിന്നെത്തിക്കുന്ന ഫണ്ട് നിയന്ത്രിക്കുന്നതിനാണ് ബിൽ കൊണ്ടുവരുന്നതെന്നും കേന്ദ്രമന്ത്രി. LDF വീണ്ടും അധികാരത്തിലെത്തുമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ. ജനങ്ങൾ LDFന് ഒപ്പമെന്നും ആനി രാജ. അടൂരിൽ വനിതാ റാലിയും സമ്മേളനം. സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, വിശുദ്ധ കുർബാന. വിശദമായ വാർത്തകളിലേക്ക്. FCRA ഭേദഗതി ബിൽ രാജ്യസുരക്ഷയ്ക്കാണെന്നും ക്രിസ്ത്യൻ സഭകളുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നതിനെന്നുള്ള പ്രചാരണം തെറ്റെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇളമ്പള്ളൂരിൽ NDA സ്ഥാനാർത്ഥി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിസ്ത്യൻ സഭാ നേതാക്കന്മാർക്ക് എപ്പോൾ വേണമെങ്കിലും തന്നെ നേരിട്ട് കാണാം. രാജ്യത്ത് വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് പുറത്തുനിന്ന് എത്തിക്കുന്ന ഫണ്ട് നിയന്ത്രിക്കുന്നതിനാണ് ബിൽ കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. FCRA ഭേദഗതി ബിൽ രാജ്യസുരക്ഷയ്ക്കാണെന്നും ക്രിസ്ത്യൻ സഭകളുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നതിനുള്ള പ്രചാരണം തെറ്റെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇളമ്പള്ളൂരിൽ NDA സ്ഥാനാർത്ഥി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ക്രിസ്ത്യൻ സഭാ നേതാക്കന്മാർക്ക് എപ്പോൾ വേണമെങ്കിലും തന്നെ നേരിട്ട് കാണാം. രാജ്യത്തെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് പുറത്തുനിന്നെത്തിക്കുന്ന ഫണ്ട് നിയന്ത്രിക്കുന്നതിനാണ് ബിൽ കൊണ്ടുവരുന്നത്. എന്ത് വിഷമമുണ്ടെങ്കിലും പരിഹരിച്ചു നൽകും. ഇന്ത്യ മതനിരപേക്ഷ രാജ്യമാണ്. തങ്ങളുടേത് മതനിരപേക്ഷ പാർട്ടിയാണ്. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും ക്ഷേമം എന്നതാണ് പ്രധാനമന്ത്രിയുടെ മന്ത്രമെന്നും അദ്ദേഹം പറഞ്ഞു. CPM നയിക്കുന്ന LDFും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDFും കേരളത്തിൽ പരസ്പരം പോരടിക്കുന്നതായി അഭിനയിക്കുന്നു. അതിർത്തിക്കപ്പുറം അവർ ഒന്നാണ്. പാർലമെന്റിൽ ഇരുവരും ഒന്നിച്ചിരിക്കുന്നു, ഒന്നിച്ച് ജോലിയെടുക്കുന്നു, ഒന്നിച്ചുണ്ടുറങ്ങുന്നു. ഇരുവരും കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. LDFനെയും UDFനെയും മാറി മാറി തെരഞ്ഞെടുക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റുന്ന തെരഞ്ഞെടുപ്പാവും ഇതെന്നും അദ്ദേഹം പറഞ്ഞു. Very dynamic candidate, our most qualified candidate, Bharatiya Janata Party and NDA candidate Dr. Robin Radhakrishnan. Please make him win by huge margin. And then I will assure him, through him, all support, all the necessary assistance you need. I will personally come on behalf of Narendra Modi and help the people of Kerala and the constituency. So with this few words and with this appeal, I hope to come back very soon. Today I came late. I'm very sorry for that. And I am leaving now. I have a next meeting in Thiruvananthapuram. But I promise after election, I will come back and fulfill our promise. സ്ഥാനാർത്ഥി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, MS ശ്യാംകുമാർ, ഇടവട്ടം വിനോദ, കേണൽ ഡെന്നി, ഉമാമഹേശ്വർ, നെടുമ്പന ശിവൻ, പച്ചയിൽ സന്ദീപ, ബാഹുലേയൻ വിനോദ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. LDF വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ. അടൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രജി കണ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി അടൂരിൽ നടത്തിയ വനിതാ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആനി രാജ. കേരളത്തെ സംരക്ഷിക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നാണ് ജനം ചിന്തിക്കുന്നത്. കേരളത്തിലെ 62 ലക്ഷം ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൃത്യമായി അവരുടെ കൈകളിൽ LDF സർക്കാർ എത്തിക്കുന്നെന്നും ആനി രാജ പറഞ്ഞു. സംസ്ഥാനത്ത് LDF വീണ്ടും അധികാരത്തിലെത്തുമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ പറഞ്ഞു. അടൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രജി കണ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അടൂരിൽ സംഘടിപ്പിച്ച വനിതാ റാലിയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആനി രാജ. വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷനായി പ്രതിമാസം 1000 രൂപ നൽകുന്നു. കേരളത്തെ സംരക്ഷിക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നാണ് ജനം ചിന്തിക്കുന്നത്. കേരളത്തിലെ 62 ലക്ഷം ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൃത്യമായി അവരുടെ കൈകളിൽ എല്ലാ മാസവും എത്തുന്നുവെന്നും ആനി രാജ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ എന്താണോ പറഞ്ഞിരുന്നത്, ആദ്യത്തെ 5 കൊല്ലമായാലും ശരി, ഇക്കഴിഞ്ഞ 5 കൊല്ലമായാലും ശരി, അക്ഷരം പ്രതി ഓരോന്നോരോന്നായി പാലിച്ചു കൊണ്ടുവരികയാണ്. പറഞ്ഞില്ലേ, പെൻഷൻ വർദ്ധിപ്പിക്കുന്നു പറഞ്ഞില്ലേ, സാമൂഹിക സുരക്ഷാ പെൻഷൻ പറഞ്ഞായിരുന്നോ? പറഞ്ഞു. ഇപ്പൊ വന്ന ആളുകൾ എന്താ പറയുന്നത്?
ഞങ്ങള് 1000 ഉറുപ്യ പെൺകുട്ടികൾക്ക് കൊടുക്കും, വീട്ടമ്മമാർക്ക് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ കോൺഗ്രസ് പ്രതിപക്ഷം UDF അവര് ഭരിച്ചിരുന്നപ്പോൾ അന്ന് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്രയാ? 600 ഉറുപ്യ ആണോ? ആയിരുന്നോ? ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾ തിരുത്തണം എന്നെ. അന്ന് 600 ഉറുപ്യ അല്ലേ? ആ 600 ഉറുപ്യ, 600 രൂപ 18 മാസമാണ് കൊടുക്കാതിരുന്നത്. 600 രൂപ 18 മാസം കൊടുക്കാൻ കെൽപ്പില്ലാത്ത നിങ്ങൾ വലിയ 3000 കൊടുക്കുമെന്ന വാഗ്ദാനം നൽകി വരുന്നത് എന്ത് കണ്ടിട്ടാണ് എന്ന് അത് എന്തിനു വിശ്വസിക്കണം? ഈ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്നുള്ളത് നിങ്ങൾ പറയണ്ടേ? 600 രൂപ കൊടുക്കാൻ 18 മാസം കെൽപ്പില്ലാത്ത നിങ്ങൾ 3000 എങ്ങനെ കൊടുക്കും? 1000 എങ്ങനെ കൊടുക്കും? അതിന്റെ എന്താണ് സ്രോതസ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം UDF-നുണ്ട്, ശ്രീ സതീശനുണ്ട്. നമ്മുടെ നാടിന്റെ മഹിത പാരമ്പര്യം തകർക്കാനാണ് BJP ശ്രമിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം വലിയ വികസനം നടത്തുന്നതിന് LDF സർക്കാരിന് കഴിഞ്ഞതായും ആനി രാജ ചൂണ്ടിക്കാട്ടി. അടൂർ ഗാന്ധി സ്മൃതി മൈതാനിയിൽ നിന്നുമാണ് വനിതകളുടെ റാലി ആരംഭിച്ചത്. അടൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ റാലി സമാപിച്ചു. പൊതുസമ്മേളനത്തിൽ ലസിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. K പത്മിനിയമ്മ, സ്ഥാനാർത്ഥി പ്രിച്ചി കണ്ണൻ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, ലിസി തുടങ്ങിയവർ പങ്കെടുത്തു. അതിനെ വീണ്ടും ചുവപ്പണിയിച്ചുകൊണ്ട് എല്ലാ നല്ല മനസ്സുകളും ഒപ്പമുണ്ടാകണമെന്ന ഉല്ലാസമാകുന്ന അഭ്യർത്ഥനയുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കടന്നു വരികയാണ്. ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരിക ന്യൂസ് ബ്യൂറോ, അടൂർ. സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായ ഈസ്റ്ററിനോടനുബന്ധിച്ച് ഉയർപ്പിന്റെ ശുശ്രൂഷ നടന്നു. കുണ്ടറ നെടുമ്പായിക്കുളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. സ്ലീബായും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നടന്നു. സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായ ഈസ്റ്റർ വിശ്വാസ സമൂഹം ആചരിക്കുന്നു. ഈസ്റ്ററിന്റെ ഭാഗമായി കുണ്ടറ നെടുമ്പായിക്കുളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ ഉയിർപ്പിന്റെ ശുശ്രൂഷ നടന്നു. ഫാദർ മാത്യു തോമസ് പട്ടാജിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഉയിർപ്പിന്റെ പ്രഖ്യാപനത്തിന് ശേഷം സ്ലീബായും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നടത്തി. പ്രത്യേക ഉയിർപ്പിന്റെ ശുശ്രൂഷകളും വിശുദ്ധ കുർബാനയും നടന്നു. 50 ദിവസത്തെ നോമ്പ് മുറിക്കലിന്റെ മുന്നോടിയായി സ്നേഹവിരുന്നിലും വിശ്വാസികൾ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പുനലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി C. അജയപ്രസാദിന് അഞ്ചലിൽ സ്വീകരണം നൽകി. മൈലോട്ടുകോണം ജംഗ്ഷനിൽ നിന്നുമാണ് സ്വീകരണ പരിപാടി ആരംഭിച്ചത്. ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന
അമ്മമാരുടെ സ്നേഹാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി നാടിന്റെ പ്രിയപ്പെട്ട സഖാവ് ഇതാ 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 സമരമലകൾ പെയ്തിറങ്ങിയ നാടിന്റെ ഹൃദയവഴികളിൽ അമ്മമാരുടെ സഹോദരിമാരുടെ സുഹൃത്തുക്കളുടെ സഖാക്കളുടെ ഹൃദയാഭിവാദ്യം. പുനലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി C. അജയപ്രസാദിന്റെ അഞ്ചൽ പഞ്ചായത്തിലെ സ്വീകരണ പരിപാടിയാണ് നടന്നത്. മയിലോട്ടുകോണം ജംഗ്ഷനിൽ നിന്നുമാണ് സ്വീകരണ പരിപാടികൾ ആരംഭിച്ചത്. CPM പുനലൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. സജി സ്വീകരണം ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിലെ ഏതാണ്ട് 36ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത കോൺഗ്രസിന്റെ സമാരാധനായ നേതാവ് ശ്രീ A.K. ആന്റണിയുടെ മകൻ താമരയ്ക്ക് വോട്ട് പിടിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ആന്റണിയുടെ മകൻ താമരയ്ക്ക് വോട്ട് പിടിക്കുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം BJPക്ക് പ്രചരണം നടത്തുന്നതാണ് ഒരു വിസ്മയം. CPM അഞ്ചൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജാസ് അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മണ്ഡലം പ്രസിഡന്റ് K. ബാബു പണിക്കർ, സെക്രട്ടറി ലിനു ജമാൽ, CPM അഞ്ചൽ ഏരിയ സെക്രട്ടറി D. വിശ്വസേനൻ, VS സതീഷ്, അഡ്വക്കേറ്റ് സജിലാൽ, അഡ്വക്കേറ്റ് S. സൂരജ്, ലിനു ജമാൽ തുടങ്ങിയവർ പങ്കെടുത്തു. പോങ്ങുമുകൾ, മഹാത്മാനഗർ, വെൺമണിയോട്, ലക്ഷം വീട്, ഏറം ജംഗ്ഷൻ, അലിയാർ ജംഗ്ഷൻ, മലവട്ടം, ചോർനാട്, വടമൺ, അരീക്കൽ, അരീപ്ലാച്ചി, മാവിള, ആർച്ചൽ, നെടിയറ, കുരുവിക്കോണം, പാറവിള, കോമളം, പ്ലാമൂട്, കീഴൂട്ട് ജംഗ്ഷൻ, അസീസ് ലൈബ്രറി ജംഗ്ഷൻ, ചീപ്പുവയൽ, കുശിനിമുക്ക, സെന്റ് ജോർജ് സ്കൂളിന് സമീപം, ലക്ഷം വീട്, മാർക്കറ്റ്, കുട്ടങ്കര, വടക്കേപ്പുര, പാലറ, കുരിശടി, ചൂരക്കുളം, വക്കമുക്ക് എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണ പരിപാടികൾ. വക്കമുക്കിലായിരുന്നു സമാപന സമ്മേളനം നടത്തിയത്. ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പുനലൂരിൽ മത്സരിക്കുന്ന എന്നെ നാലിലേക്കതിരും അരിവാള് പടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന എൻ്റെ വിനീതമായ അപേക്ഷ ഈ നാട്ടിലെ സഹോദരി സഹോദരന്മാർക്കും ബഹുമാന്യരായ സമ്മതിദായകരുടെയും മുന്നിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളുകളെ വിജയിപ്പിക്കേണ്ട രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ വിശദമായി വളരെ ഭംഗിയായി സഖാവ് P. സജി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടെ പറഞ്ഞു. CPI ജില്ലാ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ലിനു ജമാൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പത്തനാപുരത്ത് LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന്റെ പ്രചാരണത്തിനായി സിനിമ സീരിയൽ താരങ്ങൾ വെട്ടിക്കവല, മേലില ഭാഗങ്ങളിലാണ് ഇവർ വോട്ട് തേടിയത്. ഇവിടെ വിട്ടു പോവില്ല. അതുപോലെ തന്നെയാണ് ഈ പത്തനാപുരം വിട്ട് പത്തനാപുരത്തിലുള്ള ജനങ്ങൾക്ക് ഗണേശിയെ വിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വർഷം ഇവിടെ മത്സരിച്ച് വിജയിച്ചത്. പത്തനാപുരത്തെ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് സിനിമ സീരിയൽ താരങ്ങൾ എത്തിയത്. നടന്മാരായ ശരത് ദാസ്, വഞ്ചിയൂർ പ്രവീൺകുമാർ, പൂജപ്പുര രാധാകൃഷ്ണൻ, നടി ജീജ സുരേന്ദ്രൻ എന്നിവരാണ് KB ഗണേഷ് കുമാറിന്റെ പ്രചാരണത്തിനായി പത്തനാപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയത്. ഈ മാസം 9-ാം തീയതി കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ KB ഗണേഷ് കുമാറിന് ടെലിവിഷൻ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി അദ്ദേഹത്തെ ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. അപ്പോൾ വളരെ കാലം മുതൽക്ക് തന്നെ എനിക്ക് ഗണേശേട്ടനെ അറിയാം. ഗണേശേട്ടൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റിലും പല സീരിയലുകളിലും. പക്ഷേ നമ്മുടെ ഇടയിൽ നിന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമ്മ സംഘടനയിൽ ഞാൻ മെമ്പറാണ്. അന്ന് ആദ്യമായി നമ്മുടെ ഇടയിൽ നിന്ന് ഒരു മന്ത്രി എന്ന് പറയുന്നത് ഗണേശേട്ടനായിരുന്നു. അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഗണേശയോടുള്ള സ്നേഹമാണ്. 100% സത്യം. ഞങ്ങളും അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വന്ന് നിങ്ങളെയൊക്കെ കണ്ട് വോട്ട് നമ്മൾ അഭ്യർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന് 100% ഉറപ്പായി. അല്ലേ? ഇവിടെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അപ്പൊ ഞങ്ങൾക്കും സന്തോഷമായി. വെട്ടിക്കവല, മേലില ഭാഗങ്ങളിലാണ് ഇവർ വോട്ട് തേടിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഗ്രൂപ്പുകാരാണ് വേട്ടയാടിയതെന്നും ഇന്നവർ വോട്ടിന് വേണ്ടി ഉമ്മൻചാണ്ടിയെ ഉപയോഗിക്കുകയാണെന്നും വനിതാ കമ്മീഷൻ മുൻ അംഗം ഷാഹിദ കമാൽ. വികസനമോ പ്രകടന പത്രികയോ ഒന്നും തന്നെ പത്തനാപുരത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ലെന്നും അവർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒന്നാണ് സോളാർ വിവാദമെന്നും ഷാഹിദ കമാൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് ഗ്രൂപ്പുകാരാണെന്ന് വനിതാ കമ്മീഷൻ മുൻ അംഗം ഷാഹിദ കമാൽ ആരോപിച്ചു. ഇന്ന് അവർ വോട്ടിനു വേണ്ടി ഉമ്മൻചാണ്ടിയെ ഉപയോഗിക്കുകയാണ്. ജീവിച്ചിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി തന്നെ ഇവർക്ക് മറുപടി നൽകിയേനെ.
വികസന പ്രവർത്തനങ്ങളോ പ്രകടന പത്രികയോ ഒന്നും തന്നെ പത്തനാപുരത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ലെന്നും തെരഞ്ഞെടുപ്പ് കാലങ്ങളാകുമ്പോൾ സോളാർ കേസ് ഉയർത്തിക്കൊണ്ടുവരികയാണെന്നും ഇവർ ആരോപിച്ചു. ഒരു നിയോജകമണ്ഡലമായിട്ടുള്ള പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ മാത്രം രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നില്ല, വികസനം ചർച്ച ചെയ്യപ്പെടുന്നില്ല, മണ്ഡലത്തിൻ്റെ പുരോഗതി ചർച്ച ചെയ്യപ്പെടുന്നില്ല, മണ്ഡലത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഉമ്മൻചാണ്ടി സാറ് എന്ന ഒരു വ്യക്തിയെ മാത്രമാണ്. അത് കണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായത്. കാരണം 10-30 വർഷക്കാലം കോൺഗ്രസ്സിൽ എ ഗ്രൂപ്പിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുഭാവിയായും അനുയായിയായിട്ടും പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് എനിക്ക് ഇത് പറയേണ്ടി വരുന്നത്. കാരണം ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സാർ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനെ മുതലെടുക്കുന്നവർക്കെതിരെ ഉമ്മൻചാണ്ടി സാർ തന്നെ എതിരായിട്ട് വരുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പ്രതികരിക്കുന്നത്. ഇവിടെ സോളാർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ശ്രീ KB ഗണേഷ് കുമാറിനെതിരെ ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ വോട്ട് പിടിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സാറ് ഇന്നും ആരോഗ്യവാനായിട്ട് ജീവിച്ചിരിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ബഹുജനങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അകാല മരണത്തിന് ഉത്തരവാദികൾ കോൺഗ്രസ്സുകാരാണ്. പ്രത്യേകിച്ചും ജ്യോതി ചാമക്കാല ഉൾപ്പെടുന്ന ഐ ഗ്രൂപ്പ് വിഭാഗത്തിൽപ്പെട്ടവരാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയത്. അന്ന് ഞാൻ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. കോൺഗ്രസിൻ്റെ എ ഗ്രൂപ്പിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹി എന്ന നിലയിൽ എ ഗ്രൂപ്പിൻ്റെ രഹസ്യ യോഗങ്ങളിൽ പങ്കെടുത്തിട്ട് അവിടെ നടക്കുന്ന എല്ലാ രഹസ്യ ചർച്ചകളും അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ഞാൻ. യഥാർത്ഥത്തിൽ CPM-ഓ BJP-യോ മറ്റ് ഏതെങ്കിലും വ്യക്തികളോ രാഷ്ട്രീയ പാർട്ടികളോ അല്ല ഈ സോളാർ വിഷയം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ശ്രീ ചാമക്കാല ഉൾപ്പെടുന്ന ഐ ഗ്രൂപ്പ് ആളുകളാണ് ഉമ്മൻചാണ്ടി സാറിനെ രാഷ്ട്രീയമായി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ സോളാർ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും പിന്നീട് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുക്കുകയും ചെയ്തത്. ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാനസിക ആഘാതവും അത് തന്നെയാണ്. കാരണം പാളയത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് പടയൊരുക്കിയതും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അന്ത്യം കുറിച്ചതും. അത് അദ്ദേഹത്തിന് വലിയ ആഘാതമേറ്റിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ഗ്രൂപ്പ് ചർച്ചകളിലൊക്കെ വന്നിട്ടുള്ള കാര്യം തന്നെയാണ്. അത് പരസ്യമായ കാര്യം തന്നെയാണ്. അങ്ങനെയാണ് അദ്ദേഹം ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ രോഗിയായി മാറിയതും പിന്നീട് നമ്മൾ കണ്ടതാണ് രോഗിയായതിനു ശേഷം അദ്ദേഹത്തിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അന്ന് എവിടെ പോയി ഈ പാർട്ടിക്കാർ അദ്ദേഹത്തിന് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്ന ഈ കോൺഗ്രസ്സുകാരും കോൺഗ്രസ് നേതൃത്വവും അദ്ദേഹത്തിന് ചികിത്സ കിട്ടുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും പരസ്യമായി പത്രസമ്മേളനം നടത്തിയപ്പോൾ അന്ന് എവിടെ പോയിരുന്നു ഈ കോൺഗ്രസ് നേതാക്കന്മാർ? അദ്ദേഹത്തിന് പ്രോപ്പർ ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഇന്നും ഈ കേരളത്തിൻ്റെ മണ്ണിൽ ജീവിച്ചിരിക്കുമായിരുന്നു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂർ MLA റോഡിൽ വെട്ടിപ്പുഴ തോടിന് സമാന്തരമായി സ്ഥാപിച്ച ഇരുമ്പ് വേലികൾ തകർച്ചയിൽ. തോടിനെ മാലിന്യമുക്തമാക്കാനും കാൽനട യാത്രികരുടെ സുരക്ഷയും ലക്ഷ്യമിട്ടാണ് തോടിന്റെ വശങ്ങളിൽ സംരക്ഷണ വേലികൾ സ്ഥാപിച്ചത്. മാസങ്ങളായി കാട് വെട്ടിത്തെളിക്കാത്തതിനാൽ പലയിടങ്ങളിലും സംരക്ഷണ വേലികൾ കാട് മൂടിക്കിടക്കുകയാണ്. ഇത് വേലികൾ തുരുമ്പെടുക്കാൻ കാരണമായിട്ടുണ്ട്. തോടിന്റെ വശങ്ങളിലുള്ള മറകൾ കാട് മൂടിയതോടെ സാമൂഹ്യ വിരുദ്ധർ വ്യാപകമായി മാലിന്യം തോട്ടിലേക്ക് വലിച്ചെറിയുന്നുമുണ്ട്. അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ തോട്ടിൽ തള്ളുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. കാട് മൂടിക്കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളുടെ ശല്യവുമുണ്ട്. തോട്ടിലേക്ക് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വീഴുന്നത് തടയാൻ സ്ഥാപിച്ച വലകൾ പലയിടത്തും നശിച്ച നിലയിലാണ്. ഇവ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും റോഡരികിലെ കാടുകൾ വെട്ടിത്തെളിച്ച് വേലികൾ സംരക്ഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി വാർഷികവും മഹാത്രിപുരസുന്ദരി ദേവി പ്രതിഷ്ഠാ വാർഷികവും 16 മുതൽ 20 വരെ പന്മന ആശ്രമത്തിൽ നടക്കും. കുമ്പളത്ത് ശങ്കുപിള്ളയുടെ ചരമവാർഷികവും ഇതോടനുബന്ധിച്ച് നടക്കും. ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി വാർഷികവും മഹാത്രിപുരസുന്ദരി ദേവി പ്രതിഷ്ഠാ വാർഷികവും പന്മന ആശ്രമ സ്ഥാപകൻ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ 57ാമത് ചരമവാർഷികവും ഏപ്രിൽ 16 മുതൽ 20 വരെ പന്മന ആശ്രമത്തിൽ ആചരിക്കും. ഇതോടൊപ്പം സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് അനുസ്മരണം, സ്വാമി പ്രണവാനന്ദ തീർത്ഥപാത്ര അനുസ്മരണം എന്നിവയും നടക്കും. മഹാഗുരു സമാധി സ്മൃതി 2026 ഭാഗമായി പ്രൊഫസർ A.V. ശങ്കരൻ എഴുതിയ തീർത്ഥപാദ പുരാണം എന്ന കൃതിയുടെ പ്രകാശനവും നടക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയാണ് പുസ്തകത്തിന്റെ പ്രസാധകർ. കുമ്പളത്ത് ശങ്കുപിള്ള അനുസ്മരണ ദിനമായ 16 രാവിലെ 8:30 അനുസ്മരണ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച കുമ്പളം സ്മൃതി മണ്ഡപത്തിൽ പന്മന ആശ്രമ ട്രസ്റ്റ് പ്രസിഡന്റ് കുമ്പളത്ത് വിജയകൃഷ്ണപിള്ള ഭദ്രദീപം തെളിയിക്കും. തുടർന്ന് നടക്കുന്ന അനുസ്മരണ സഭ കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്യും.
NK പ്രേമചന്ദ്രൻ MP അധ്യക്ഷത വഹിക്കും. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും. 17-ന് സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് അനുസ്മരണം നടക്കും. അനുസ്മരണ സഭ ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്യും. പന്മന ആശ്രമം മഠാധിപതി സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ അധ്യക്ഷത വഹിക്കും. ആലത്തൂർ സിദ്ധാശ്രമം മഠാധിപതി സ്വാമി ശിവാനന്ദ യോഗി അനുസ്മരണ പ്രഭാഷണം നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ കൊല്ലത്ത് അറിയിച്ചു. സുജിത് വിജയൻപിള്ള അവർ ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. 18-ാം തീയതി മുൻ മഠാധിപതിയായിരുന്ന സ്വാമി പ്രണവാനന്ദ തീർത്ഥപാദരുടെ അനുസ്മരണ ദിനമായാണ് അത് ശ്രീ കുമ്മനം രാജശേഖരൻ അവരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 19-ാം തീയതിയാണ് മഹാസമാധി ദിനം ആചരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഗവർണറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ദിവസം ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ള ഒരു സംസ്കൃതത്തിലെ മഹാകാവ്യം അതിൻ്റെ പ്രകാശനവും ബഹുമാനപ്പെട്ട ഗവർണർ നിർണ്ണയിക്കുന്നുണ്ട്. 20-ാം തീയതി മഹാത്രിപുര സുന്ദരി പ്രതിഷ്ഠ വാർഷികമാണ് ആഘോഷിക്കുന്നത്. ഞാൻ ആശ്രമത്തിലെ മഠാധിപതി സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ, ആശ്രമത്തിന്റെ സെക്രട്ടറി ശ്രീ ഗിരീഷ് കുമാർ കൂടെയുണ്ട്. പരിപാടി 18-ന് ചട്ടമ്പിസ്വാമി സമാധി ക്ഷേത്രത്തിൽ പാലഭിഷേകം, തുടർന്ന് അനുസ്മരണ സഭ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും. സ്വാമി പ്രണവാനന്ദ തീർത്ഥപാദർ അധ്യക്ഷത വഹിക്കും. സ്വാമി ശിവാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തും. ചട്ടമ്പിസ്വാമി സമാധി ദിനമായ 19-ന് രാവിലെ അഷ്ടദ്രവ്യ രുദ്രാഭിഷേകം, തുടർന്ന് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ ഭദ്രദീപം തെളിയിക്കും. മഹാഗുരു സമാധി സ്മൃതി ഉദ്ഘാടന സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ അധ്യക്ഷത വഹിക്കും. സ്വാമി അസംഗാനന്ദഗിരി, സ്വാമി ശക്തിശാന്താനന്ദ മഹർഷി, ഡോക്ടർ സിസ തോമസ്, ഡോക്ടർ പ്രേമലത വാര്യർ തുടങ്ങിയവർ പങ്കെടുക്കും. ഏപ്രിൽ 20-ന് ശ്രീ മഹാ ത്രിപുരസുന്ദരി ദേവി പ്രതിഷ്ഠാ വാർഷികത്തിന്റെ ഭാഗമായി വിദ്യാധിരാജ സത്സംഗ സമിതിയുടെ ദേവി മഹാത്മ്യ പാരായണം, ലളിതാ സഹസ്രനാമാർച്ചന എന്നിവയും നടക്കുമെന്ന് പന്മനാശ്രമം മഠാധിപതി സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ, ജനറൽ സെക്രട്ടറി AR ഗിരീഷ് കുമാർ, കോർഡിനേറ്റർ G ബാലചന്ദ്രൻ, അരുൺ അരവിന്ദ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കായംകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി U പ്രതിഭയുടെ പ്രചരണത്തിനായി അശ്വമേധം പരിപാടി സംഘടിപ്പിച്ചു. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ഭരണിക്കാവ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓരോ വികസന കാഴ്ചയും അതിനനുസരിച്ച ചിത്രീകരണങ്ങളുമായിരുന്നു LDF സ്ഥാനാർത്ഥി U പ്രതിഭയുടെ പ്രചരണാർത്ഥം ഭരണിക്കാവ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച അശ്വമേധം പരിപാടിയിൽ ഉണ്ടായിരുന്നത്. LED വാളിൽ മിന്നിമറയുന്ന സിനിമാരംഗങ്ങൾ കേരളത്തിന്റെ ഇരുണ്ട കാലത്തെ ഓർമ്മിപ്പിച്ചു. അതനുസരിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ജനങ്ങളും മത്സരിച്ചു. ആദ്യം ശരി ഉത്തരം പറയുന്നവർക്ക് GS പ്രദീപ് സമ്മാനപ്പൊതി നൽകി. 16 കോളങ്ങളായി തിരിച്ചിട്ടുള്ള കൂറ്റൻ LED സ്ക്രീനിൽ ഓരോ കോളത്തിലും ഓരോ വാക്കുകളാണുള്ളത്. അതിൽ ഓരോ വാക്കുകളും സദസ്സിൽ നിന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ചിത്രീകരണം വന്നു. ആ ദുരന്ത ഭൂമിയിലേക്ക് സന്ദർശകരായി പലരും വന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്നു, പിന്നൊരാൾ വന്നു, ചെറുപ്പക്കാരൻ എന്നാണ് പറയുന്നത്, എന്നെക്കാൾ 3 വയസ്സ് കൂടുതലുണ്ട് കേട്ടോ. പക്ഷെ കുടവയറൊന്നുമില്ല, ടെന്നീസൊക്കെ കളിച്ച് ചെറുപ്പം സൂക്ഷിക്കുന്നുണ്ട് മൂപ്പര് രാഹുൽ ഗാന്ധി. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിൽ കൺസ്ട്രക്ട്, ക്രിയേറ്റ് ആൻഡ് ഹാൻഡ് ഓവർ 100 ഹൗസസ് ടു ദ വിക്ടിംസ് ഓഫ് ദ ലാൻഡ് സ്ലൈഡ്. ദുരന്തത്തിൽപ്പെട്ടവർക്ക് 100 വീടുണ്ടാക്കി ഉടൻ കൊടുക്കുമെന്ന്. ഇട്ട കല്ല് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പാഴൂർ പടിപ്പുരയിൽ മഷി നോക്കാൻ പോയിരിക്കുകയാണ് അവർ. വീടൊന്നും കൊടുത്തില്ല. അവിടെ കേരളത്തിന്റെ ഗവൺമെന്റ് പറഞ്ഞു, കേന്ദ്രം ഒരു സഹായവും പ്രഖ്യാപിച്ചില്ലെങ്കിലും ഇതൊന്നും ഒരു ദുരന്തമല്ല എന്ന് പറഞ്ഞ് മോഡി പോയെങ്കിലും കേരളം പറഞ്ഞു, ഒരു കേന്ദ്ര സഹായമില്ലെങ്കിലും ഈ നിസ്സഹായരായ മനുഷ്യരെ മഴയത്തും വെയിലത്തും ഈ ഗവൺമെന്റ് നിർത്തില്ല എന്ന്. അതൊരു വെറും വാക്കായിരുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഇങ്ങനെ സർവവും തകർന്നു പോയ ആ മനുഷ്യർ സമാഹരിച്ചു വെച്ചതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് അവസാനിച്ചപ്പോൾ വിതുമ്പി പൊട്ടിക്കരഞ്ഞുപോയ ആ തകർന്നുപോയ ആ മനുഷ്യ ജീവിതങ്ങൾ എല്ലാം നശിച്ചു എന്ന് കരുതിയിരുന്ന ആ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കൊളുത്തിയ ഒരു വെളിച്ചത്തിന്റെ പേര് കൂടിയാണ് പുനരധിവാസം. ഇതാണ് പുനരധിവാസം, വെൽറ്റൺ എസ്റ്റേറ്റ് ടൗൺഷിപ്പ്. റോഡുകളുടെ മാറ്റം, മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം, മാലിന്യക്കൂമ്പാരമായിരുന്ന സ്ഥലം ഇപ്പോൾ IM വിജയൻ സ്റ്റേഡിയമായി മാറിയത് തുടങ്ങിയവയെല്ലാം ചിത്രീകരണത്തിലുണ്ടായിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം കോശി അലക്സ് GS പ്രദീപിനെയും സഹപ്രവർത്തകരെയും സ്വാഗതം ചെയ്തു. CPIM കായംകുളം ഏരിയ സെക്രട്ടറി B അബിൻ ഷാ നന്ദി പറഞ്ഞു. 2 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കിയ വികസനങ്ങളുടെ പെരുമഴ ഇവിടെ കാണിച്ചു വരികയുമാണ്. ഇവിടെ കായംകുളത്തിന്റെ പ്രതിഭാസമായി മാറിയ പ്രതിഭയുടെ
വികസനങ്ങളും കുത്തുവാതിക്കൽ കടവ് പാലം മുതൽ കായംകുളം ആശുപത്രിയും എല്ലാം കാണിച്ചുകൊണ്ട് ഇവിടെ സഖാവ് അവസാനം സൂചിപ്പിച്ചതുപോലെ ഈ കായംകുളത്തിന്റെ പ്രതിഭയെ വീണ്ടും നമ്മൾ ആകാശത്തേക്ക് ഉയർത്തുവാൻ ഇടതുപക്ഷത്തിന്റെ ആ വികസനങ്ങളെ വീണ്ടും ഇരുളടഞ്ഞ ഭൂതകാലത്തേക്ക് ഈ കേരളത്തെ നയിക്കാതെ വികസനത്തിന്റെ പന്താവിലേക്ക് ദൈവത്തിന്റെ ഈ സ്വന്തം നാടിനെ വീണ്ടും ഉയരത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഈ നാട് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ച സഖാവ് GS പ്രദീപിനെ കായംകുളത്ത് CPM-ന്റെ പേരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, കറ്റാനം. KSEB മണപ്പള്ളി ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിൽ സമരത്തിന്റെ മറവിൽ ഒരു സംഘം ആളുകൾ അതിക്രമിച്ച് കയറി നാശനഷ്ടം വരുത്തിയതായി പരാതി. ഇത് സംബന്ധിച്ച് കരുനാഗപ്പള്ളി SHOയ്ക്ക് KSEB അധികൃതർ പരാതി നൽകി. ഇതേസമയം KSEB ഓഫീസിൽ പ്രതിഷേധം അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും മെഴുകുതിരി തെളിച്ച് പ്രതിഷേധം നടത്തിയത് റോഡിലാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഏപ്രിൽ 2 രാത്രി 11 മണിയോടെ പോലീസ് ഉദ്യോഗസ്ഥർ ഓഫീസിലുണ്ടായിരുന്ന സമയത്ത് ഏകദേശം 25 പേരോളം അടങ്ങുന്ന സംഘം അനധികൃതമായി മണപ്പള്ളി KSEB ഓഫീസിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയതായാണ് പരാതി. സ്വിച്ച് ബോർഡുകൾ, ജനാലച്ചില്ലുകൾ, CCTV ക്യാമറ, ഫ്രണ്ട് ഡെസ്ക് കമ്പ്യൂട്ടർ എന്നിവ തകർത്തു. പൊതുസ്വത്ത് നശിപ്പിക്കുകയും ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്തു. സംഭവ സമയത്ത് ഓഫീസിലുണ്ടായിരുന്ന ജീവനക്കാരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് കരുനാഗപ്പള്ളി SHOയ്ക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ സംഭവം സർക്കാർ സ്ഥാപനത്തിന്റെ സാധാരണ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിച്ചതായി പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ സാഹചര്യത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് KSEB അധികൃതർ പരാതി നൽകിയത്. ഇതിനിടയ്ക്ക് ഏകദേശം ഒരു 11:45 കരുനാഗപ്പള്ളി പോലീസിന്റെ ഉദ്യോഗസ്ഥരൊക്കെ ഈ ഓഫീസിലുള്ള സമയത്താണ് നമ്മുടെ CCTV ക്യാമറകൾ തിരിച്ചൊടിച്ച് താഴോട്ട് വെച്ചിട്ട് നമ്മുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ച്, ചെടിച്ചട്ടി അടിച്ചു പൊട്ടിച്ച്, പിന്നെ ഫ്രണ്ട് ഓഫീസിലെ കമ്പ്യൂട്ടർ തള്ളി തറയിലിട്ട് അങ്ങനെ ഓഫീസിന് മൊത്തത്തിലൊരു നാശനഷ്ടങ്ങളുണ്ടാക്കി. ഇതുകൂടാതെ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നിലയിലേക്ക് എത്തി. അത് പോലീസുകാർ ഇവിടെ ഉണ്ടായത് കാരണം അങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോയില്ല. തുടർന്ന് പോലീസ് എല്ലാവരെയും വെളിയിലിറക്കുകയും നമുക്ക് വേണ്ട പ്രൊട്ടക്ഷൻ തരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓഫീസിലുണ്ടായ നഷ്ടം അതിന് ഉത്തരവാദികളായവരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നുള്ള ഒരു രീതിയിൽ പരാതിയുമായിട്ട് നമ്മൾ ഓഫീസിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ കണ്ടാൽ അറിയാം. ഗ്ലാസ്സൊക്കെ അടിച്ചു വിട്ടിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവാവുന്നതാണ്. മണപ്പള്ളി ഓഫീസിലെ ഒരു പ്രശ്നം കൊണ്ടല്ലാതെ ഉണ്ടായ ഒരു സംഭവത്തിന് മണപ്പള്ളി KSEB ഓഫീസിലെ ജീവനക്കാരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് അടക്കം ഉള്ള പ്രവൃത്തികളിലേക്ക് പൊതുജനം മാറിയത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇതേസമയം വൈദ്യുതി തകരാറിനെ തുടർന്നാണ് നാട്ടുകാർ മണപ്പള്ളി ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിന് മുന്നിൽ മെഴുകുതിരി തെളിച്ച് പ്രതിഷേധം നടത്തിയതെന്നും അക്രമങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നും സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവരും നാട്ടുകാരും ചേർന്നായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. മെഴുകുതിരി തെളിച്ച് സമരം നടത്തിയത് റോഡിലാണെന്നും ഇതിൽ കക്ഷി രാഷ്ട്രീയ ചിന്തകളില്ലായിരുന്നുവെന്നും സമരത്തിന് നേതൃത്വം നൽകിയ പഞ്ചായത്ത് അംഗം സഹൈർ വള്ളികുന്നം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇന്ദ്രജിത്ത് തുടങ്ങിയവർ പറഞ്ഞു. ഈ പ്രാവശ്യം ജനങ്ങൾ പൊറുതിമുട്ടി തെരുവിലിറങ്ങിയത്. അങ്ങനെ തെരുവിലിറങ്ങിയ സമയത്തും ജനാധിപത്യപരമായി നിയമാനുസൃതമായി ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മാതൃകപരമായ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ആ സമരത്തിൽ രാഷ്ട്രീയമില്ല, ജനകീയ ഐക്യം സിന്ദാബാദ് എന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. CPM-ഉം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും BJP-യും DYFI എല്ലാ പാർട്ടിക്കാരും അതിൽ അണിനിരന്നിട്ടുണ്ട്. ജനകീയ സമരമാണ്. ജനങ്ങൾ രാത്രി കാലങ്ങളിൽ പൊറുതിമുട്ടുന്ന ദുസ്സഹമായ സാഹചര്യം തികച്ചും അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്. പ്രധാനപരമായിട്ടും ഇത്തരത്തിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ മുന്നിട്ട് പോകുന്ന സമയത്ത് ഒരു സാമൂഹിക വിരുദ്ധരുടെ നല്ല രീതിയിലുള്ള ഒരു കയ്യേറ്റ ശ്രമങ്ങളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ആ സാമൂഹ്യ വിരുദ്ധർ വന്ന് അവിടുത്തെ ജനൽച്ചില്ലകളെ അടിച്ചു പൊട്ടിക്കുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളും കാര്യങ്ങളും ഉണ്ടായി. പോലീസിനെ മർദ്ദിക്കുന്ന സ്ഥിതിവിശേഷങ്ങളും കാര്യങ്ങളും ഉണ്ടായി. അപ്പം തികച്ചും അവിടെ അത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടി പരിഹരിക്കേണ്ടത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടിയായിരുന്നു അവിടെ സ്വീകരിക്കേണ്ടത്. അപ്പോൾ പോലീസ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൈയും കെട്ടിക്കൊണ്ട് മാറി നിൽക്കുന്ന ഒരു പ്രവണതയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കുന്ന തഴവ ഡിവിഷൻ്റെ മെമ്പറാണ്. അപ്പം നിലവിൽ ഞാൻ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്, തഴവ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ജനപ്രതിനിധികളും ആ ഈ പറയുന്ന സമരവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വള്ളികുന്നത്ത് പവർ സ്റ്റേഷനിൽ നിന്നും വൈദ്യുതി എത്തിക്കുന്ന കേബിൾ തകരാറിലായതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമായത്. നിരന്തരമായി വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായതിനെ തുടർന്നായിരുന്നു
നാട്ടുകാരുടെ പ്രതിഷേധമെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും. FCRA ഭേദഗതി ബിൽ രാജ്യസുരക്ഷയ്ക്കാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ക്രിസ്ത്യൻ സഭകളുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നതിനെന്നുള്ള പ്രചാരണം തെറ്റ്. രാജ്യത്ത് വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് പുറത്തുനിന്നെത്തിക്കുന്ന ഫണ്ട് നിയന്ത്രിക്കുന്നതിനാണ് ബിൽ കൊണ്ടുവരുന്നതെന്നും കേന്ദ്രമന്ത്രി. LDF വീണ്ടും അധികാരത്തിലെത്തുമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ. ജനങ്ങൾ LDFന് ഒപ്പമെന്നും ആനി രാജ. അടൂരിൽ വനിതാ റാലിയും സമ്മേളനം. സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, വിശുദ്ധ കുർബാന. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.